ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ജർമ്മനിയിൽ തുടങ്ങാം. ജർമ്മനിയുടെ ചാൻസലർ മേഴ്സ് ഫ്രെഡറിക് ഭയങ്കര സങ്കടവും വേവലാതിയും വെപ്രാളവും എല്ലാം കാണിച്ചിട്ടുണ്ട്. ബ്രസൽസിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻ്റ് ഉള്ളത്, ബെൽജിയത്തിലുള്ള ബ്രസൽസിൽ. അവിടെയാണ് ഈ യൂറോപ്യൻ യൂണിയനുള്ള 10-28 രാജ്യങ്ങളുടെയും മെമ്പേഴ്സ്, പലതരത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവർക്കും തന്നെ അവിടെ പങ്കെടുക്കാനുള്ള പെർമിഷനും ഉണ്ട്. മേഴ്സ് ഫ്രെഡറിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം പുള്ളിക്കാരൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിയത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ നാറ്റോ മീറ്റിംഗിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള താക്കീത്, അതായത് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ കുറേ നാൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറേ മാസങ്ങൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ GDP-യുടെ 5% നാറ്റോയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളത് അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശമായിരുന്നു. അതിനനുസരിച്ച് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യങ്ങളും അതിനോട് യോജിക്കുന്നില്ല. ഇതുവരെ ആരും തന്നെ 5% ഒതുക്കിയതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വളരെ കർശനമായ രീതിയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ താക്കീത് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇനി നാറ്റോ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ നാറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം നാറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങളുമായിട്ട് ഇപ്പം നമ്മൾ എന്തിനാണ് ഇത്രമാത്രം കിടന്ന് വേവലാതിപ്പെടുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതോടുകൂടി തീർന്ന് കട്ടയം പുടം മുടങ്ങി. അതിനെ തുടർന്നാണ് ശരിക്കും മേഴ്സ് ഫ്രെഡറിക്ക് ഇമാതിരിപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് വരാനുള്ള കാരണം. ചോദ്യം നമ്പർ 1, റഷ്യയുടെ GDP എത്രയാണ്? 2 ട്രില്യൺ. ഈ യൂറോപ്യൻ യൂണിയന്റെ മൊത്തത്തിലുള്ള GDP എത്രയാണ്? അത് റഷ്യയുടെ ഏതാണ്ട് 10 മടങ്ങ് വരും. അപ്പം പിന്നെ എന്തുകൊണ്ട് നമുക്ക് റഷ്യയെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇതാണ് ചോദ്യം. ഇത് വലിയ ചോദ്യമായിട്ടാണ് ചോദിച്ചത്. ഇതിന് പ്രസക്തിയുണ്ട്. അപ്പോൾ അതിന് കാരണം നാറ്റോയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ നാറ്റോയുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ നാറ്റോ നമ്മൾക്ക് വേണ്ടി ഇറങ്ങും, അതുപോലെ അമേരിക്ക ഇറങ്ങും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വീഴ്ച സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, നമ്മൾ നാറ്റോയെ ഒരു മാതൃകയായിട്ട് നാറ്റോയെ പോലെ അല്ലാണ്ട് നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതാത് രാജ്യങ്ങളുടെ ഡിഫൻസ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. വല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. എനിവേ, അത് എത്ര സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നേന്ന് അവർ ഈ ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് കരുതണം എന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ യൂറോപ്യൻ യൂണിയൻ ശരിക്കും നല്ല രീതിയിലുള്ള വിഷമത്തിലാണ്. ശരിക്കും തുടരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അവഗണനയാണ് യൂറോപ്യൻ യൂണിയന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നാറ്റോയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അവിടെ മ്യൂണിക് സെക്യൂരിറ്റി കൗൺസിൽ, മ്യൂണിക്കിൽ സെക്യൂരിറ്റി കൗൺസിലിൽ സെലൻസ്കി പോയി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉക്രൈനിന്റെ അത്രയും പോലും എഫിഷ്യൻസി ഇല്ല നാറ്റോയ്ക്കും യൂറോപ്പിലുള്ള പല രാജ്യങ്ങൾക്കും. ഞങ്ങളുടെ സോൾജേഴ്സ് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല എന്നുള്ള തരത്തിൽ സംസാരിക്കുകയുണ്ടായി. അത് പലപ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങളും ഒരു ജോക്കായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഫിൻലാൻഡിൽ വെച്ചിട്ട് ഒരു വലിയ ട്രെയിനിങ്, 16,000 സോൾജേഴ്സിനെ നാറ്റോ പ്ലസ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഫിൻലാൻഡിൽ വെച്ചിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രെയിനിങ് നടത്തുകയുണ്ടായി. ആ ട്രെയിനിങ്ങിൽ ഉക്രൈനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ പല രീതിയിലും, അതായത് ഫോർ എക്സാമ്പിൾ 10 രാജ്യങ്ങളുടെ സോൾജേഴ്സിനെ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ട്രെയിനിങ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പലരും പരാജയപ്പെടുന്ന സാഹചര്യമാണ്. പലർക്കും തോക്ക് പിടിക്കാൻ അറിയുന്നില്ല, പലർക്കും പല മെഷീനറീസും ഉപയോഗിക്കാൻ അറിയുന്നില്ല. അതായത് ആ മെഷീൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് വരെ അത് ഉപയോഗിക്കാൻ അറിയത്തില്ല, കാരണം അത് ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് സംഭവം. വേൾഡ് വാർ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ ഈ ആയുധം ഇപ്പോഴാണ് പൊടിതട്ടി എടുക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു ഭീതി. അതായത് നമ്മൾ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. വാർ എഫിഷ്യൻസി, യുദ്ധത്തിൽ പങ്കെടുത്തുള്ള പ്രാക്ടീസ് നമ്മളുടെ സോൾജേഴ്സിനില്ല. അപ്പോൾ അങ്ങനത്തെ യോദ്ധാക്കളെ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവരെയൊക്കെ യോദ്ധാക്കളെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് ഇപ്പം ഡൗട്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഉക്രൈൻ്റെ സോൾജേഴ്സ് മികച്ച പ്രകടനം, ക്ലാസ് പ്രയോറിറ്റിയിലാണ് അവരുടെ പ്രകടനങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് കണ്ണു തള്ളി നിൽക്കുന്ന നാറ്റോ യൂറോപ്യൻ സഖ്യരാഷ്ട്രങ്ങൾ. അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈനാണ് ഇവരുടെ ഗാർഡിയൻ. അതാണ് ഇപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. കാരണം ഉക്രൈൻ ആണെങ്കിൽ ഇപ്പം ലൈവിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഡ്രോൺ വിത്ത് AI ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണ് പല ആർട്ടിലറീസും ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം തന്നെ പല രീതിയിലുള്ള എക്സാമ്പിളുകൾ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത് ഉക്രൈനിയൻ സോൾജേഴ്സാണ്. അതിനെ തുടർന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 90 ബില്യൺ യൂറോ ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. ഈ ഫിൻലാൻഡിന്റെ ട്രെയിനിങ് കണ്ടിട്ടാണ് ഇവർ അമ്പരന്ന് എന്നാൽ പിന്നെ യുക്രൈന് പൈസ കൊടുത്തേക്കാന്നുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ അതായത് ഉക്രൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്പും നാറ്റോയും എല്ലാം ഇപ്പോൾ റഷ്യ കയറി പിടിക്കും എന്നുള്ള ഒരു മിത്ത്, ആ ഒരു മിത്തോളജിയിലാണ് ഈ നാറ്റോ രാജ്യങ്ങളും യൂറോപ്പും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിൽ സ്വീഡൻ
സ്വീഡൻ പെട്ടെന്ന് സെലൻസ്കിയെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചത്രേ. അതായത് ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റ്, നല്ല ഫൈറ്റർ ജെറ്റാണ്, നമ്മൾ 90 ബില്യൺ യൂറോ നിങ്ങൾക്ക് തരുന്നില്ലേ, 60 ബില്യൺ യൂറോ ആയുധം വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് പൈസയ്ക്ക് ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റ് വാങ്ങിച്ചോളൂ, നല്ല ഫൈറ്റർ ജെറ്റാണ്, മികച്ച പെർഫോമൻസ് ആണെന്നുള്ള മാർക്കറ്റിംഗ് നടത്തിയതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ബാറ്റിൽ ഫീൽഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള മേഖലയിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഗവേഷണം നടത്തിയിട്ട് കാര്യമില്ല, പരസ്പരം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സിനെ ശക്തിപ്പെടുത്തി പരസ്പരം ട്രെയിനിങ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതുകൊണ്ടാണ് പല രാജ്യങ്ങളും പലപ്പോഴും പല മേഖലകളിലും ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത്. നമുക്കും അമേരിക്കയ്ക്കും തമ്മിൽ ട്രെയിനിങ് ഉണ്ട്, നമ്മളും റഷ്യൻ സോൾജേഴ്സും തമ്മിൽ ട്രെയിനിങ് ഉണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് ശ്രീലങ്കൻ നേവി, ശ്രീലങ്കൻ ആർമി ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നമ്മൾ ട്രെയിനിങ്ങിന് പോകാറുണ്ട്. പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ ചേർന്ന് ട്രെയിനിങ് ചെയ്യാറുണ്ട്, ഒമാനിൽ ചെയ്യാറുണ്ട്, നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ ട്രെയിനിങ് കോഴ്സാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ എല്ലാം നാറ്റോ നോക്കിക്കോളും, എല്ലാം അമേരിക്ക നോക്കിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് മെർസ് ഫ്രെഡറിക് വന്നിരിക്കുന്ന പോലെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരവില്ലാതെ ഇങ്ങനെ ബ്ലിങ്കസ് അടിച്ച് പോകാം എന്നുള്ളതല്ലാതെ ഒരു രീതിയിലുള്ള സൊല്യൂഷനും കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബംഗ്ലാദേശിൽ നടന്ന ഇലക്ഷൻ, അതിൽ ഏതാണ്ട് 70ഓളം സീറ്റ് ജമാഅത്ത് ഇസ്ലാമി ജയിച്ചിട്ടുണ്ട്. അപ്പം ജമാഅത്ത് ഇസ്ലാമി വിജയിച്ച സീറ്റുകളുടെ ആ ഏതൊക്കെ മേഖലകളിലാണ് ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചിരിക്കുന്നത് എന്നുള്ള മാപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഡെമോഗ്രഫി നിങ്ങളൊന്ന് നോക്കുക. ഈ ഡെമോഗ്രഫിയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയുടെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ വിജയിച്ചിരിക്കുന്ന ആ റെഡ് കളറിൽ കാണുന്ന എല്ലാ ഏരിയയുമാണ് BNP പാർട്ടി വിജയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? വീണ്ടും ഇന്ത്യക്ക് ഈ ബോർഡറിൽ കിടക്കുന്ന ഈ ഏരിയയിൽ നിന്നുള്ള ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഏരിയയിൽ ഇപ്പോഴും പാകിസ്ഥാനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് തൊല്ല ഒഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒഴിയാബാധയായിട്ട് ഇങ്ങനെ ഇന്ത്യയുടെ സൈഡിൽ വന്ന് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രശ്നമുണ്ട്. ശരിക്കും ഇന്ത്യ ബംഗ്ലാദേശിൽ BNP പാർട്ടി വിജയിച്ച ഉടനെ തന്നെ താരിഖ് റഹ്മാന് താങ്ക്സ് നോട്ടൊക്കെ അയച്ചു കഴിഞ്ഞു. ബൈലേറ്ററൽ റിലേഷൻഷിപ്പിൽ താല്പര്യമുണ്ട് എന്നുള്ള നിലയിൽ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇനി താരിഖ് റഹ്മാൻ ഇനി ഏത് നിലപാടാണ് എടുക്കുക? ഏത് വിഷയത്തിൽ? ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിൽ. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ 2024 നടന്ന ഇലക്ഷനിൽ ഈ BNP പാർട്ടിയെ നിരോധിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ മെമ്പറായിട്ടുള്ള വ്യക്തി, ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ്, ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ആകാൻ പോകുന്ന വ്യക്തി, അപ്പം ഈ താരിഖ് റഹ്മാൻ എന്ത് നിലപാടായിരിക്കും എടുക്കുന്നത്? താരിഖ് റഹ്മാൻ ഇന്ത്യയുമായിട്ട് ഒഫീഷ്യലി ഷെയ്ഖ് ഹസീനയെ കൈമാറാനുള്ള എക്സ്ട്രാഡിഷൻ പേപ്പർ ആയിരിക്കും ആദ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആ പേപ്പർ മൂവ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ത് നിലപാടെടുക്കും? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഇത്രയും നാളും അവിടെ ഒഫീഷ്യലി അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരല്ല അവിടെയുള്ളത്, ഡെമോക്രാറ്റിക്കലി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല അവിടെയുള്ളത്. അവിടെ ഷെയ്ഖ് ഹസീനയെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതേപടി തന്നെ ഗ്ലോബലി ആഗോളതരത്തിലുള്ള, അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ലീഗൽ റൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി വരികയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എക്സ്ട്രാഡിഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇതിലെന്ത് തീരുമാനമെടുക്കാൻ കഴിയും? നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ചെയ്യാം, അതിലുപരിയായിട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അഷുറൻസ് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ കമ്മിറ്റി വഴി ഹാൻഡ് ഓവർ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ത്യ ഏത് നിലപാടായിരിക്കും ഇതിൽ എടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നിർബന്ധമില്ല, ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു പൊളിറ്റിക്കൽ അസൈലമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വയമേ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ വേണമെങ്കിൽ അവർക്ക് അതിനെ ഡിനൈ ചെയ്ത് നിൽക്കാം. അത് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ നമുക്ക് പിടിച്ചള്ളി വിടാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും ഈ എക്സ്ട്രാഡിഷൻ റിക്വസ്റ്റിനെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഇട്ടുകൊണ്ട് വേണം, അതായത് റിലേഷൻഷിപ്പ് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗ്ലാദേശ് നീക്കുപോക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം എന്നുള്ള ധാരണയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വഷളാവും. ഈ വിഷയത്തിൽ ഒരു തീരുമാനം വരുന്നത് വരെ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിൽ അത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകില്ല. അതായത് പഴയതുപോലെ ഒരു ഊഷ്മളമായ ബന്ധം മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്കുള്ളിൽ ബെൽഗ്രോ റീജിയനിൽ ഉക്രൈൻ ശക്തമായ രീതിയിലാണ് ആക്രമണങ്ങൾ തുടരുന്നത്. ഈ ബെൽഗ്രോ റീജിയനിൽ ഇന്നലെ മൊത്തത്തിൽ കറണ്ടില്ല. ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അവിടെ പാർഷ്യലി ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അവിടുത്തെ എനർജി ഗ്രിഡുകളൊക്കെ ഉക്രൈൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ബെൽഗ്രോ റീജിയൻ എൻറ്റയർലി പവർ ഇല്ലാത്ത അവസ്ഥയിൽ തുടരുകയാണ്. അതേസമയം റഷ്യ തിരിച്ച് നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. സെബ്രോഷേഷ്യ, അതേപോലെ തന്നെ ഒഡേഷ, കീവ് തലസ്ഥാനം ലക്ഷ്യമാക്കിയാണ് റഷ്യ ആക്രമണങ്ങൾ തുടരുന്നത്. ഞാൻ ഈ വെച്ചിരിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഇവിടെ ഡോട്ട് ഇട്ടിരിക്കുന്ന, ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങളും ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ
ഇലക്ട്രിസിറ്റി അവിടെ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ആ ജനറേറ്ററുകൾ ഏതൊക്കെ മേഖലകളിൽ ജനറേറ്റർ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മേഖലകളിൽ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പവർ സപ്ലൈ നിലനിർത്തിയിരിക്കുന്നത്. ഉക്രൈൻ്റെ അവസ്ഥ വല്ലാത്ത രീതിയിൽ തന്നെയാണ് തുടരുന്നത്. പക്ഷേ അവർ ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അമേരിക്കയുടെ സൈഡിൽ നിന്നും ഏപ്രിലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന വിസിറ്റ് ചെയ്യും എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ കാനഡയ്ക്ക് ചോദിക്കാം എന്താണ് നമ്മൾ പോയിട്ട് വന്നപ്പോൾ മാത്രം നിങ്ങൾക്ക് എത്ര പ്രശ്നം, ഇപ്പം നിങ്ങൾ പോകുന്നില്ലേ ചൈനയ്ക്ക് എന്ന് വേണമെങ്കിൽ കാനഡയ്ക്ക് ചോദിക്കാം. പക്ഷേ ചോദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രഷർ പോളിസി ട്രംപ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ 14 F-35 ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രഷർ പോളിസി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാനഡയ്ക്ക് ഇപ്പോൾ ഇതിനകത്തൊന്നും ചോദിക്കാനില്ല. പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ വിളിച്ച് പറയാം അമേരിക്കയ്ക്ക് മറ്റുള്ളവർക്ക് പോവാം, നമുക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള നിലയിൽ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയ്ക്ക് എല്ലാം ചെയ്യാം, മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് അമേരിക്കയുടെ നിലപാട്. S-400 ബന്ധപ്പെട്ട് ഇന്ത്യ 10,000 കോടിയുടെ ഡീൽ റഷ്യയുമായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഇത് നമുക്ക് കിട്ടാനിരിക്കുന്ന പെൻഡിങ്ങിലുള്ള 2 S-400 സ്ക്വാഡ്രനെ കുറിച്ചല്ല പറയുന്നത്. അതിന്റെ പേയ്മെന്റ് ഒക്കെ നമ്മൾ പണ്ടേ ചെയ്തതാണ്. ഇപ്പം ഇത് ഇപ്പോൾ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റുകളൊക്കെ അവിടെ വെച്ച് തടയുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണ വാങ്ങിക്കുന്നതിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ടാങ്കർ ഫ്ലീറ്റുകളെല്ലാം തന്നെ പ്രൈവറ്റ് കമ്പനികൾ ഓൺ ചെയ്യുന്ന ടാങ്കർ ഫ്ലീറ്റുകളാണ്. അപ്പോൾ അവരൊക്കെ പേടിച്ചിട്ട് ഒരുപക്ഷെ ചിലർ എണ്ണ എടുക്കുന്നുണ്ട്, പക്ഷെ ചിലർ എണ്ണ എടുക്കാൻ തയ്യാറാവില്ല. റഷ്യയിൽ നിന്നും എണ്ണ എടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവില്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് 10,000 കോടിയുടെ ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ് റഷ്യയുമായിട്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. റഷ്യ പാകിസ്ഥാന്റെ കാലിൽ വീണ് കിടക്കുകയാണെന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയെ പോലെ ഈ രീതിയിൽ ഡീൽ സൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി പാകിസ്ഥാനില്ല. ഇത് നമ്മൾ അന്നേ ഉറപ്പിച്ച് പറഞ്ഞാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ പൈസയില്ല, റഷ്യ ഫ്രീ ആയിട്ട് അവിടെ സർവീസ് ചെയ്യുമോ? ഈ എണ്ണ കൊടുത്താൽ തന്നെ അവർ പൈസ കൊടുക്കുന്നത് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതും റഷ്യയിൽ നിന്ന് കിട്ടത്തില്ല. ഇപ്പോൾ പാകിസ്ഥാൻ റഷ്യയുമായിട്ട് ഊഷ്മളമായ ബന്ധം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അത് നടക്കില്ല. കാരണം ബേസിക്കലി അവർ തമ്മിൽ ചേരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ചരിത്രമൊക്കെ കുറച്ച് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പലരും വന്നിട്ട് റഷ്യ ഒരു ദിവസം കൊണ്ട് എന്തോ പാകിസ്ഥാനിൽ പോയി ബിരിയാണി കഴിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇവിടെ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. അതായത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്ന് ഒരിക്കലും ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇറങ്ങാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി പഴയ ഇന്ത്യ, അതായത് നമ്മൾ ഒന്നും അല്ലാതിരുന്ന സമയത്ത് തന്നെ റഷ്യ അത് ചെയ്തിട്ടില്ല. പിന്നെയാണ് നമ്മൾ ഇത്രയും പവർഫുൾ ആയിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യ നമുക്കെതിരെ തിരിയും എന്നൊക്കെ പറഞ്ഞുള്ള ബെഡായികളൊക്കെ ഇവിടെ അടിച്ചിറക്കുന്നത്. നമ്മൾ 10,000 കോടിയുടെ ഡീൽ എന്തിനാണെന്ന് പറഞ്ഞാൽ S-400 ബന്ധപ്പെട്ട് അതിനെ ഇന്റർസെപ്റ്റേഴ്സ് മിസൈലുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലോങ് ടൈം എഗ്രിമെന്റ് ആണ്. ടൈം ടു ടൈം നമുക്ക് അവർ സപ്ലൈ തന്നുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 288 ലോങ് റേഞ്ച് ഇന്റർസെപ്റ്റേഴ്സ് മിസൈലുകളും അതുപോലെ തന്നെ 120 ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്റ്റേഴ്സ് മിസൈലുകളുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ 10,000 കോടി ഇപ്പോൾ റഷ്യയ്ക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രംപിന് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. കാരണം S-400 നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. അത്ര ലളിതമാണ് കാര്യങ്ങൾ. ഇതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അമേരിക്ക വിചാരിച്ചാലൊന്നും ഇന്ത്യ റഷ്യ ബന്ധത്തിനിടയിൽ ഒരു ചുക്കും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തിനിടയിൽ നിന്നല്ല, ഇന്ത്യയും മറ്റേതെങ്കിലും ഒരു രാജ്യമായിട്ടുള്ള ബന്ധത്തിലും ഒന്നും ചെയ്യാനില്ല. ഞാനിവിടെ വെച്ചിരിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഈ മാപ്പിൽ വെനിസ്വലയുടെ തൊട്ട് മുകളിൽ ഇതെല്ലാം തന്നെ ഈ ഡോട്ടായിട്ട് കാണുന്നതെല്ലാം തന്നെ വാർഷിപ്പുകളാണ്. വാർഷിപ്പ് USS ജെറാൾഡ്, അതിനെ തുടർന്ന് കംപ്ലീറ്റ് അതിൻ്റെ ചുറ്റാകെ കാണുന്നതെല്ലാം ഡിസ്ട്രോയേഴ്സ് ആണ്. അപ്പം ഒരു USS ജെറാൾഡ് എന്ന് പറഞ്ഞ ആ വാർഷിപ്പ് അമേരിക്കയിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട്, ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു USS ജെറാൾഡ് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ വെനിസ്വലയുടെ മേളിൽ എത്തിയതിൻ്റെ ആ ഒരു മാപ്പാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെനിസ്വലയുടെ ആ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഇത്രയും ഡിസ്ട്രോയേഴ്സ്, ഒരു 8-10 ഡിസ്ട്രോയേഴ്സ് ഉണ്ട്. അപ്പോൾ വലിയൊരു സംഘമായിട്ടാണ് ഈ USS ജെറാൾഡ് നീങ്ങുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിലേക്കാണ് വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഒരു എയർക്രാഫ്റ്റ് കരിയർ, അതിനോടൊപ്പം എത്ര ഡിസ്ട്രോയേഴ്സ് ആണ് വരുന്നതുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ബഷർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ, ആ സ്പോട്ട് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, പലതവണ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ CIA തന്നെയാണ് ഇറാൻ്റെ ഉള്ളിൽ 6,000 സ്റ്റാർ ലിങ്കിൻ്റെ ഇന്റർനെറ്റ് മോഡംസ് എത്തിച്ചത്. ഏത് രീതിയിൽ അത് എത്തിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ഉള്ളിൽ കലാപം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 6,000 സ്റ്റാർ ലിങ്കിൻ്റെ കണക്ഷൻസ് ഉൾപ്പെടെ അതിൻ്റെ മോഡം എത്തിച്ചത് അമേരിക്കയാണെന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇതിനെ ഇറാനും ശരിവെച്ചിട്ടുണ്ട്. ഇറാൻ പിടിച്ചെടുത്ത മോഡം, അതിൻ്റെ റൂട്ട് എല്ലാം തന്നെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബഷേർ എന്ന് പറഞ്ഞ ആ ന്യൂക്ലിയർ പ്ലാന്റ്, അവിടെ ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എൻറിച്ച്മെന്റും നടക്കുന്നുണ്ട്, അതേപോലെ അതൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റുമാണ്. പക്ഷേ അതേസമയം അതിൻ്റെ തൊട്ടടുത്ത് ഏതാണ്ട് 4.9 മാഗ്നിറ്റ്യൂഡിൽ റിക്ടർ സ്കെയിലിൽ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നാണ്
അമേരിക്ക കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് ആ സ്ഥലം മോണിറ്റർ ചെയ്യുന്നത്. ആ സ്ഥലം മോണിറ്റർ ചെയ്യുന്നതെന്ന് മാത്രമല്ല, അവിടെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഡൗട്ടുണ്ട്, ആണവ ആയുധ പരീക്ഷണം, അതായത് ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് ചെയ്തോ എന്നുള്ള ഒരു ഡൗട്ടാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പം ഇന്നലെ പബ്ലിഷായ വാർത്തയാണ്. ആ ഏരിയയിലുള്ള മാഗ്നിറ്റ്യൂഡ് എല്ലാം കൃത്യമായിട്ട് അമേരിക്ക മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഇറാന്റെ ഉള്ളിൽ CIA പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇറാൻ അംഗീകരിക്കുന്നത്. CIA ഇത്രമാത്രം ഇറാന്റെ ഉള്ളിൽ കടന്നു കയറാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഇത്തവണ ഇസ്രായേലിന്റെ മൊസാദിനേക്കാളും അമേരിക്കയുടെ CIA ആണ് ഈ പ്രതിഷേധത്തിന് പ്രധാനമായിട്ടും ചുക്കാൻ പിടിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ നടന്ന പ്രതിഷേധത്തിന്. അപ്പോൾ അതിലൂടെ ആ രാജ്യത്തിന്റെ ജനങ്ങളെ ഇറാൻ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയാണ് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത്, ഈ പ്രതിഷേധത്തിന് തിരികൊളുത്തിയത് തന്നെ അമേരിക്കയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഈ ബഷർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ അവരുടെ എല്ലാ എംപ്ലോയീസിനെയും അവർ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അവർ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തുകൊണ്ട് റഷ്യ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തു? ഇനി അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സ്ഥലം ഇതാണോ എന്നുള്ള രീതിയിലുള്ള സ്പെക്കുലേഷൻസും അനുമാനങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട്. അടുത്ത നമ്മൾ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഗാസയുടെ ആ ഒരു ഫുട്ടേജ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതാണ് ഗാസയുടെ ഒരു അവസ്ഥ. ഗാസയ്ക്കുള്ളിൽ ലക്ഷറി ബിൽഡിംഗ്, അതുപോലെ ഈ ജനങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാനുള്ള കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ എല്ലാം നടത്തി ലക്ഷറി ബിൽഡിങ്ങുകളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവരുമെന്നാണ് ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലക്ഷറി ബിൽഡിങ്ങിൻ്റെ ഇമേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഗാസ കംപ്ലീറ്റ് ഇങ്ങനെയാണ് ഗാസയിലെ അവസ്ഥ. അത് മനസ്സിലാക്കിക്കോളുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇമേജ് ഇവിടെ, ഈ ഫുട്ടേജ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇനി ട്രംപ് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വരുന്ന 19-ാം തീയതി, ഫെബ്രുവരി 19-ാം തീയതി ഗാസയിൽ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അവിടെ എന്തെങ്കിലുമൊക്കെ നടത്തണമല്ലോ. കാരണം ഇത് $multi-billion പ്രോജക്റ്റ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പീസ് അക്കോർഡിൻ്റെ ആ റിയൽ എസ്റ്റേറ്റ് ഇവിടെ ഇപ്പം പ്രത്യക്ഷത്തിൽ ഇവിടെ ജസ്റ്റ് പുറത്ത് വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം ഇപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും ആ റിയൽ എസ്റ്റേറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്ത് വരും. സിറിയയിൽ നിന്നൊരു പ്രഖ്യാപനം. സിറിയയിൽ അഹമ്മദ് അൽ-ഷാറ പറഞ്ഞിരിക്കുന്നത് 5600 ഐസിസ് ഭീകരരെ ഞങ്ങൾ സിറിയയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇറാഖിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. അതാണ് സിറിയയിൽ നിന്നും പുറത്താക്കിയത്. അപ്പോൾ ഇതിലൂടെ അഹമ്മദ് അൽ-ഷാറ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, സിറിയ ഇപ്പം ഐസിസ് ഫ്രീ ആയിട്ടുണ്ട്. അതായത് ഐസിസുകാരുടെ ഒരു ശല്യവും ഇനി സിറിയയിലില്ല, ഒരു ISISകാരൻ പോലും സിറിയയിൽ ഇനി അവശേഷിക്കുന്നില്ല എന്നാണ് അഹമ്മദ് അൽ-ഷാറയുടെ വാദം. പക്ഷെ അഹമ്മദ് അൽ-ഷാറ തന്നെ ഒരു വലിയ ISISകാരനാണ്. ഈ ഐസിസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ ചെയ്തിട്ടിട്ടുണ്ട് നമ്മളുടെ ഇൻസൈറ്റ്സ് ഗ്ലോബൽ മലയാളം ചാനലിൽ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ISISകാരൊക്കെ എവിടെയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിൽ ശരിക്കും 2 രാജ്യങ്ങളെക്കുറിച്ച് നെതന്യാഹു കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്ന് തുർക്കി, മറ്റൊന്ന് ഈജിപ്ത്. തുർക്കിയും ഈജിപ്തും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ അത് ഇസ്രായേലിന് അത്ര സുഖിക്കുന്നില്ല. അത് ഈജിപ്തിനടുത്തൊന്ന് കാര്യമായിട്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു റിക്വസ്റ്റ് നെതന്യാഹുവിൻ്റെ സൈഡിൽ നിന്ന് ട്രംപിൻ്റെ ചെവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രംപിന് ഏത് രീതിയിൽ അത് പരിഹരിക്കും നമുക്കറിയില്ല. ഈജിപ്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ സൈഡിൽ നിന്ന് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈജിപ്തിന് അമേരിക്ക കുറേ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈജിപ്തിന് അമേരിക്ക പറഞ്ഞാൽ കേൾക്കാതിരിക്കാനുള്ള യാതൊരു വകുപ്പില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമേരിക്ക ഫണ്ട് നിർത്തും. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കും ഇസ്രായേലിന് വന്നിരിക്കുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ ബഷർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന എർത്ത് 7 കിലോമീറ്റർ ടു 10 കിലോമീറ്റർ ഡെപ്ത് വരെ അതിൻ്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രകമ്പനം, അതായത് അവിടെ ചെന്ന് ഇത് കുലുങ്ങി എന്നല്ല പറയുന്നത്. 4.9 റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തീവ്രമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.